പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈശോനാഥ, തിരുവോസ്തുരൂപനായി ദിവ്യകാരുണ്യമായി ഈ മണിക്കൂറിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനന്തമായ കരുണയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അയോഗ്യരായിരുന്നിട്ടും ഞങ്ങൾ ഇത്ര അധികമായി നിന്റെ സ്നേഹത്തിലേക്ക് നീ ചേർത്ത് പിടിച്ചു. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ രക്ഷയിലേക്ക് നയിച്ചു. അങ്ങയുടെ മഹനീയമായ ഈ ദാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായി നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും അയോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരുണയാൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അപ്രകാരമാണ് ലഭ്യമാക്കുക എന്ന് നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. നമുക്കറിയാം, നമ്മുടെ വചനം നമ്മുടെ മുമ്പിൽ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത് കർത്താവിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച്. ഏറ്റവും പ്രധാനമായിട്ട് വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനുതാപത്തോടും വിനയത്തോടും കർത്താവിനെ സമീപിക്കും. അനുതാപത്തോടും വിനയത്തോടും കർത്താവിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. 51 സങ്കീർത്തനം അതിൻ്റെ 17 തിരുവചനം പറയുന്നു, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇതുപോലെ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ കരുണയാൽ ചേർത്ത് പിടിക്കുന്ന ദൈവം പറയുന്ന കാര്യം ഇതാണ്. അതായത് അനുതാപത്തോടെ നീ തിരിച്ചു വരുമ്പോൾ, അതായത് എന്നിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ, എൻ്റെ കരുണയിലേക്ക് കടന്നു വരാൻ തുടങ്ങുമ്പോൾ ഞാൻ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ കരുണ ചൊരി. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ കരുണാസമ്പന്നനായ ദൈവത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഉപമകളിലൂടെ എല്ലാം പറഞ്ഞു വെക്കുന്ന കാര്യം ഇതുപോലെ സ്നേഹം ചൊരിയുന്ന ആ ഒരു നല്ല തമ്പുരാനെ കുറിച്ചാണ്. അവിടെ അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഈശോ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്ന കാര്യം, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അത് ദൈവഭയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതായത് ദൈവം നമുക്ക് ശിക്ഷ നൽകുമെന്നുള്ള പേടിയോടെയല്ല, മറിച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഒരു ആദരണീയനായി നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ, ദൈവഭയം എന്ന് പറയുന്നത് നമ്മൾ പേടി കൊണ്ടല്ല, സ്നേഹം കൊണ്ടുള്ള ഭയമാണ്. അപ്രകാരം ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തോടുള്ള ആ ഒരു ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ സൗഹൃദം നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും 103 സങ്കീർത്തനം അതിൻ്റെ 13 തിരുവചനം പറയുന്നുണ്ട്, പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു.
പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. അതായത് പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെയാണ് സങ്കീർത്തകൻ എടുത്തു പറയുക. പ്രിയപ്പെട്ടവരെ, പ്രകാരമാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തോട് സ്നേഹത്തോടെ ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുമെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കരുണയുടെ മുഖമായിട്ട് എത്താൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും കരുണ ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5:7 നമ്മൾ കാണുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതായത് വീണ്ടും ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് കർത്താവിൻ്റെ കരുണ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അപ്രകാരം കരുണയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരുണ ലഭിക്കുമെന്നുള്ളത്, ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്ന കാര്യമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ആയിട്ട് ലോകത്തെ മുഴുവനും സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് കൃത്യമായിട്ടും നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം തരാതെ നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ കർത്താവിൻ്റെ ആ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിലും കരുണയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആത്മാവിനെ വർഷിക്കുന്ന ഒരു പ്രവചനം ജോയൽ പ്രവാചകൻ നടത്തുമ്പോൾ അവിടെ പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. തുടർന്ന് പുതിയ നിയമത്തിലും ഇതുപോലെ തന്നെയുള്ള റെഫറൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ, അധരം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയുന്നവരുടെ ജീവിതത്തിൽ ഒരു രക്ഷ പ്രാപിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്ന കാര്യമാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഓരോ ദൈവകരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവ് ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പൂർണ്ണമായും ഈശോയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കാരണം ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിരൂപം നമ്മൾ കണ്ടത്, ലോകം മുഴുവൻ ദർശിച്ചത് ഈശോ മിശിഹായിലാണ്. ഈശോയെ നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. സങ്കീർത്തനം 13 അതിൻ്റെ 5-ാം തിരുവചനം പറയുന്നു, ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്, സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. കാരണം അവൻ്റെ കഴിവോ പ്രയത്നമോ ഒന്നും ആയിരുന്നില്ല, ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ് അവൻ്റെ ജീവിതം ഇതുപോലെ ആയിരിക്കുന്നത്, ഇതുപോലെ സമൃദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ആ സങ്കീർത്തകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്, ഈശോയെ ദൈവമേ ഞാൻ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, നിൻ്റെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവത്തോടെ കർത്താവിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ലഭ്യമാകും. പലപ്പോഴും ഇത് ഒരു പ്രഭാഷണങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും മാത്രമായി പോകുന്നൊരു കാര്യമാണ്. ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അത് നിസ്സീമമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും. ദിവികാരനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ ധ്യാനിച്ച വിഷയം കൊണ്ടുവരും. കർത്താവിൻ്റെ കരുണ ലഭിക്കുവാനായി അനുതാപത്തോടെ വിനയത്തോടെ കർത്താവിനെ സമീപിക്കുവാനും ദൈവഭയത്തോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാൻ, കർത്താവിൻ്റെ കരുണയെ എപ്പോഴും വിളിച്ചപേക്ഷിക്കാം, കർത്താവിൽ ആശ്രയിക്കുക. പ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം ദൈവകരുണ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളെ എൻ്റെ കരുണയാൽ സമ്പുഷ്ടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങളെല്ലാം കർത്താവേ അവർക്കൊരാശ്വാസമായി നിൻ്റെ സാന്നിധ്യം മാറട്ടെ. ഈശോയെ, ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും വരും ദിവസങ്ങളിൽ നടക്കുന്ന ആന്തരിക സൗഖ്യവാരാന്ത്യ ധ്യാനത്തെയും എല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിൻ്റെ കരുണയുടെ ജീവിതങ്ങളായി, കരുണയുടെ മുഖങ്ങളായി പ്രശോഭിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവേ നിൻ്റെ ആശീർവാദത്തിനായി നിൻ്റെ മുമ്പിലായിരിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവ് ജനങ്ങളിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങ്